നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവും മുട്ടക്കറി റെഡിയാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് കടുക് താളിച്ച് അതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാണ്. അതിനായിട്ട് ചുവന്നുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, ബീൻസ് ഇത്ര ആദ്യം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ആഡ് ചെയ്ത് തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഊറി വരുന്ന രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് മാറി വന്ന് ഇപ്പോൾ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് നേരം നമ്മളിതിനെ തണുക്കാനായിട്ട് വെക്കണം. എന്നാലേ ഗോതമ്പ് ഉപ്പുമാവ് റെഡിയായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു മുട്ടക്കറി റെഡിയാക്കാം. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിപ്പഴം, അതുപോലെ തന്നെ പെരുംജീരകം, മഞ്ഞൾ, ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇത്ര നമുക്ക് ഇതിനകത്ത് വേണം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം മൂപ്പിച്ച് പാകമാക്കി എടുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് ഒന്ന് മുട്ടക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഇതിൻ്റെ മസാലയാണ് എൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാകും.